ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോണിയാസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ചിക്കൻ ഫ്രാങ്ക്സ് കൊണ്ടുള്ള കട്ട്ലറ്റ് ആണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 340 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. ഇതിൽ 10 പീസാണുള്ളത്. ഇത് ആദ്യം ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്തോണ്ട് വന്നതാണിത്. ബ്രെഡ് ക്രംസ് ആണ്. ഇത് ഞാൻ 3 ബ്രെഡ് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. നമ്മുടെ കയ്യിൽ ബ്രെഡ് ക്രംസ് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ബ്രെഡ് തന്നെ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പം അങ്ങനെ പൊടിച്ചെടുത്താണ് ഞാനിത്. 3 പൊട്ടറ്റോ അത് കുക്കറിൽ വേവിച്ച് നന്നായിട്ട് മാഷ് ചെയ്തെടുത്താണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത്രയൊന്നും വേണ്ട, നമുക്കൊരു 1/2 സ്പൂൺ ചേർത്താൽ മതിയാകും. ഒരു കോഴിമുട്ട, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1 പിഞ്ച് ഗരം മസാല, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് ഞാനിതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇതിലേക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോ, സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, മുളക് പൊടികൾ, ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുമെന്ന് വെച്ചാൽ ഒന്ന് നോക്കിയിട്ട് വേണം, കൂടുതൽ വേണമെന്ന് ചേർക്കാൻ. കാരണം ചിക്കൻ ഫ്രാങ്ക്സിന് കുറച്ച് ഉപ്പ് ഉള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ചെയ്തതിലേക്ക് ഇനി കോൺഫ്ലോർ കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട്ലറ്റിൻ്റെതായ ഒരു ഷേപ്പിൽ പരത്തിയെടുക്കാം. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കാരണം ചിക്കൻ ഫ്രാങ്ക്സ് കുക്ക്ഡ് ആയിട്ടാണ് നമുക്ക് മേടിക്കുമ്പോൾ തന്നെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പൊട്ടറ്റോ ആണെങ്കിലും വേവിച്ചെടുക്കാൻ അധികം ടൈം വേണ്ട. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും വീട്ടിലുള്ളവർക്ക്. കണ്ടോ, ഈ ഒരു ഷേപ്പിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ മുഴുവൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതൊക്കെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഏത് ഷേപ്പിൽ വേണോ അതുപോലെ പരത്തിയെടുക്കാം. ഈ ഷേപ്പ് തന്നെ ഉണ്ടാക്കണം എന്നില്ല. അപ്പോൾ ഇത് മുട്ടയൊന്ന് നമ്മൾ അടിച്ചെടുക്കണം ഇതുപോലെ. അതിനുശേഷം ഈ പരത്തിയെടുത്തത് മുട്ടയിലേക്ക് മുക്കി ബ്രെഡ് ക്രംസിലേക്ക് മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് എണ്ണ ഒന്ന് ചൂടാകാനായിട്ട് വെക്കാം. ഞാനിവിടെ പാനിലേക്ക് എണ്ണ ഒഴിച്ച് വെക്കുകയാണ് ചൂടാവാനായിട്ട്. എണ്ണ ചൂടായിരിക്കുകയാണ്. ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഇപ്പം 2 സൈഡും മൊരിഞ്ഞ് നല്ല കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രാങ്ക്സ് കൊണ്ടുള്ള കട്ട്ലറ്റ് ഒക്കെ തയ്യാറായി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കോണിലും ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ബെല്ലൈക്കോണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്നുള്ള ബട്ടൺ സെലക്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.